മണിരത്നം AR റഹ്മാൻ കോംബോയിൽ 2002 പുറത്തിറങ്ങിയ കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിൽ അവർ ഒരു 15 വയസ്സുകാരി പെൺകുട്ടിയെ പാടാൻ വിളിക്കുന്നു. ആ പാട്ട് എല്ലാ കാലത്തെയും ഹിറ്റുകളിലൊന്ന് സ്ഥാനം പിടിച്ചു എന്ന് മാത്രമല്ല, ആ വർഷത്തെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരവും നേടിയാണ് ആ പെൺകുട്ടി സിനിമാ ലോകത്തെ തന്റെ ഇടം അരക്കിട്ടുറപ്പിച്ചത്. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ വാഴ്വ് തുടങ്ങും ഇടം നീതാനേ. പിന്നീട് അങ്ങോട്ട് 2 പതിറ്റാണ്ട് തന്റെ ശബ്ദം കൊണ്ട് ആ പെൺകുട്ടി ഇന്ത്യൻ സിനിമയെ ആകമാനം അത്ഭുതപ്പെടുത്തി. തൃശയുൾപ്പെടെ പല മുൻനിര നായികമാർക്കും അവർ ശബ്ദം നൽകി. അവരുടെ പേര് ചിന്മയി ശ്രീപാദ. 2018 വരെ സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ചിന്മയി പൊടുന്നനെ സിനിമാ ലോകത്തു നിന്നും മാറ്റി നിർത്തപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അത് അവരുടെ തെറ്റുകൊണ്ടായിരുന്നില്ല, മറ്റൊരാൾ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചതിനും തെറ്റുകൾക്ക് നേരെ ശബ്ദമുയർത്തിയതിനുമായിരുന്നു. തമിഴ്നാട് ഡബ്ബിംഗ് യൂണിയൻ പ്രസിഡന്റ് രാധാരവിക്കെതിരെ ലൈംഗിക പീഡനാരോപണം നടത്തിയ സ്ത്രീകളെ പിന്തുണച്ചു എന്നതിൽ തുടങ്ങി സംഗീത സംവിധായകൻ വൈരമുത്തുവിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി എന്നതുമൊക്കെയാണ് ചിന്മയെ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായൊക്കെ തമിഴ് സിനിമയിൽ നിന്ന് വിലക്കാൻ കാരണമായത്. എത്രയൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടും പിന്തുടർന്ന് ഉപദ്രവിച്ചിട്ടും അവർ ഒരടി പുറകിലേക്ക് പോകാൻ തയ്യാറായില്ല. ഒരാളോടും മാപ്പ് പറയാനോ പരാതിയിൽ നിന്ന് പുറകിലേക്ക് പോകാനോ താൻ തയ്യാറല്ല എന്ന് പരസ്യമായി തന്നെ ചിന്മയി നിലപാട് പറഞ്ഞു. ഒരു മാസത്തിൽ 20 പാട്ടുകൾ വരെ പാടിയിരുന്ന തനിക്ക് 6 മാസം കൂടുമ്പോൾ 20 പാട്ട് പോലും പാടാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിയെന്നാണ് ചിന്മയി തന്നെ പറഞ്ഞിട്ടുള്ളത്. ശബ്ദമില്ലാത്തവർ എന്നൊരു വിഭാഗമില്ല. ഒന്നുകിൽ അവർ നിശബ്ദരാക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തെ മനഃപൂർവ്വം കേൾക്കാത്തതായിരിക്കും എന്നൊരിക്കൽ അരുന്ധതി റോയ് പറഞ്ഞത് ചിന്മയുടെ കാര്യത്തിൽ കൃത്യമാണ്. പക്ഷേ തന്നെ നിശബ്ദരാക്കാൻ, തന്നെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്നവരുടെ കാതുകളിലേക്ക് തുളഞ്ഞിറങ്ങുന്നതായിരുന്നു തഗ് ലൈഫ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിലൂടെ ചിന്മയുടെ പ്രകടനം. ആരാധകരുടെ ആവശ്യപ്രകാരം ചിന്മയി പാടിയ ആ ഗാനത്തിന്റെ മുഴുവൻ വീഡിയോ ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കേണ്ടി വന്നു. ഒരു വ്യവസ്ഥതയോട് തന്നെ നേർക്കുനേർ നിന്ന് കലഹിക്കുന്ന, തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത, തന്റെ ശബ്ദം കൊണ്ട് നമ്മളെ അലിയിച്ചു കളയാൻ ശേഷിയുള്ള ചിന്മയി ശ്രീപാദ.